ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ മോളുടെ കുളിക്കല്യാണമായിരുന്നു. എന്താണ് കുളിക്കല്യാണം? അതല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? രാവിലെ തന്നെ ഷൂട്ടും കഴിഞ്ഞത് കോപ്പി ചെയ്തുകൊണ്ടോ ആലപ്പുഴക്ക് പോയിക്കൊണ്ടിരിക്കണേ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത വെറുതെ ഇരുന്ന് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണത്. അപ്പോൾ കുളിക്കല്യാണം, ഈ പ്യൂബേർട്ടി സെറമണീനെയാണ് കുളിക്കല്യാണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പെൺപിള്ളേർക്ക് പ്രായമാവൂലേ, അങ്ങനെ എൻ്റെ ഇത്താത്തയുടെ കൊച്ചും പ്രായപൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ചെറിയൊരു സെറമണിക്ക് വേണ്ടിയാണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്നേക്കുന്നത്. ഇന്നിവിടെ നല്ല ബിരിയാണി കണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടൻ ബിരിയാണി ആയിരുന്നു, ബീഫ് ബിരിയാണി, നല്ല കിഡിലായിരുന്നു. കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കാരണം തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയത്. അപ്പം ഞാൻ മാല ഇട്ട് കൊടുക്കണമെന്ന് അവൾ എന്നെ പറഞ്ഞു. അപ്പം ഞങ്ങൾ വാങ്ങിച്ച മാല ഞാൻ ഇട്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ ആയിര ജനിച്ചു വീണപ്പോൾ പോലെ ഞങ്ങളുടെ കൈകളിലായിരുന്നു. എനിക്ക് ശരിക്കും അവൾ എൻ്റെ ഒരു കുട്ടീനെ പോലെ തന്നെയാണ്. ആയിരം മോള് ജനിച്ചതും വളർന്നതൊക്കെ ഞങ്ങളുടെ ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരം എനിക്ക് സ്വന്തം ഒരു കുട്ടീനെ പോലെ തന്നെയാണ്. ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ് അവളായിട്ട്. അത് കഴിഞ്ഞത് ഉമ്മീമ്മി വന്നൊരു വള ഇട്ട് കൊടുത്തു കുട്ടിക്ക്. ആക്ച്വലി അളിയൻ ഇമോഷണൽ ആണെന്ന് വേറെ ഒന്നും കൊണ്ടില്ല. അളിയൻ്റെ അമ്മ ഒരു വർഷം മുന്നേ മരിച്ചു. അപ്പോൾ മരിക്കണതിന് മുമ്പ് ഇവക്ക് പ്രായപൂർത്തിയാകുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ച ഒരു കൈ ചെയിനായിരുന്നു അത്. അപ്പോൾ അളിയന് ഉമ്മാൻ്റെ ഓർമ്മ വന്നിട്ടായിരിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ അമ്മാച്ചു വന്നു. അമ്മാച്ചുകളുടെ ബ്രദറാണ്, ആക്ച്വലി ട്വിൻ ബ്രദറാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ വയറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ആങ്കൊച്ചും പെൺകുട്ടിയായിരുന്നു ട്വിൻസായിട്ട്. പക്ഷെ രണ്ടിനെ കണ്ടാൽ ട്വിൻസാണെന്ന് തോന്നൂല. അപ്പോൾ അങ്ങനെ ഇത്താത്ത ഒക്കെ അവനെ കൊണ്ടൊരു പാദസരം കൂടി ഇടിയിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തെ വാപ്പാപ്പ വന്നു. ഒരു നല്ലൊരു വാച്ച് വാപ്പാപ്പ സമ്മാനമായിട്ട് കൊടുത്തു, ഗിഫ്റ്റായിട്ട്. ഓക്കെ, ഇത് ഇത്താത്തയുടെ നാത്തനാണ്. ഇത് ഇവിടുത്തെ മിന്നും താരമാണ് അസീനത്ത. എന്തായാലും വ്ളോഗിൽ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഇട്ടില്ല. ഇതൊരു അറബിച്ചയാണ്, അതായത് ഒമാനിയാണ്. അളിയൻ്റെ ഉമ്മ ഒമാനിലായിരുന്നു, അളിയനും ഫാമിലിയൊക്കെ എല്ലാവരും ഒമാനിലായിരുന്നു. അപ്പോൾ ഒമാനികളായിട്ട് ഭയങ്കര ബന്ധമാണ്. സ്വന്തം ഉമ്മാനെ പോലെ തന്നെയാണ് അവിടുത്തെ 2-3 മക്കൾക്ക് അളിയൻ്റെ ഉമ്മാനെ. അവരെപ്പോഴും വരാറുണ്ട് വീട്ടിൽ. ഇത് രാഖി. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ എപ്പോഴും കേൾക്കണ പേരാണ് രാഖി. ഇത്താത്തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പോകണ്ട കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ചെയ്യാനാണ് ഇങ്ങനൊരു വ്ളോഗിങ് പരിപാടി. എൻ്റെ ശബ്ദം കേട്ടിട്ട് എനിക്ക് തന്നെ എന്താ പോലെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു കൂട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. മോളുടെ പ്യൂബേർട്ടി സെറമണി ആയിരുന്നല്ലോ ഇന്ന്. എന്ത് തോന്നുന്നു? തള്ളക്ക് എന്ത് തോന്നുന്നു? പറയും. ഒരുക്കിയൊക്കെ ഇരുത്തിയപ്പോ നമ്മള് ചെറുതിലെ വട്ടം വെച്ച് ഇങ്ങനെ നമ്മള് ജനിച്ചപ്പോ തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇത്ര വർഷത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഉടനെ കെട്ടിക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? കെട്ടിച്ച കൊന്നാളെ ഞാൻ. അവള് പഠിച്ച് ജോലി കിട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് അവളെ ജീവിതമൊക്കെ ആസ്വദിച്ചതിന് ശേഷം